അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സിൽ പൊതുവേ കണ്ടുവരുന്നൊരു ഇഷ്യൂ ആണത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന റോയൽ എൻഫീൽഡിൻ്റെ 100-350 ആണ്. അപ്പം ഈ ഒരു ബൈക്കിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫാൻ ബേസ് ഈ ഒരു ഇടയ്ക്കായിട്ട് കയറി വരുന്നുണ്ട്. അതായത് ഒരുപാട് പേര് ഈ ഒരു മോട്ടോർ സൈക്കിൾ ചൂസ് ചെയ്യുന്നതായിട്ട് എൻ്റെ ശ്രദ്ധയപ്പെട്ടു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ബൈക്ക് റിവ്യൂ ചെയ്യാൻ തീരുമാനിച്ചത്. അതുപോലെ തന്നെ ഇപ്പം പുതുതായിട്ട് ഇറങ്ങിയ XSRൻ്റെ ഏറ്റവും വലിയ കോമ്പറ്റീറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് റോയൽ എൻഫീൽഡിൻ്റെ ഈ ഒരു 100-350 ആണ്. അപ്പം ഇതുപോലുള്ള ബൈക്ക് റിലേറ്റഡ് കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പോരാതെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അപ്പം എല്ലാവരും ഒന്ന് ഹെൽപ്പ് ചെയ്ത് മാക്സിമം ഒരു 1000 ലൈക്സിലേക്ക് എത്തിക്കാൻ നിങ്ങളെന്നെ സഹായിക്കുക. അതായത് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് റെക്കമെൻഡേഷനും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് ഇപ്പോൾ എൻ്റെ ചാനലിൽ. കാരണം ഒരു 3 years ബാക്കായിരുന്നു ഞാൻ റെഗുലറായിട്ട് കണ്ടൻറ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ നാൾ കൂടി കണ്ടൻറ് ഇടാൻ തുടങ്ങിയപ്പോൾ യൂട്യൂബ് ആ റെക്കമെൻഡേഷനും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. മാക്സിമം ഒരു 1000 ലൈക്കിലേക്ക് എത്തിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ആയത് തന്നെ ഫ്രണ്ട് ഹെഡ്ലൈറ്റ് സെക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ലുക്ക് ഇപ്പോൾ ഒരു ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. നേരത്തെ ഒരു ഹാലോജൻ സെറ്റപ്പ് ആയിരുന്നു, പക്ഷേ അതിപ്പോൾ ഒരു ഫുള്ളി LED മാറ്റിയിട്ടുണ്ട്. ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഭാഗത്തോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ഒരു പഴയ സെറ്റപ്പ് തന്നെയാണ്, പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനില്ല. ഇനിയിപ്പോൾ നമുക്ക് ബാക്ക് ടൈൽ സെക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് അപ്ഡേറ്റോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. എന്നിരുന്നാൽ പോലും അത്യാവശ്യം നല്ലൊരു ലുക്ക് ആ ഒരു ടൈൽ സെക്ഷൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്. ആ ഒരു പഴയ സെറ്റപ്പ് തന്നെയാണ്, എന്നിരുന്നാൽ പോലും ഓക്കെ ആണെന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ അവിടെ നമ്മുടെ ഫ്രണ്ട് സസ്പെൻഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇത് അത്യാവശ്യം കുറച്ച് അപ്ഡേറ്റ് റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്ത് വരുത്തിയിട്ടുണ്ട്. അതായത് നേരത്തെ എന്ന് പറഞ്ഞാൽ ഒട്ടും ബാലൻസ്ഡ് അല്ലാത്തൊരു സസ്പെൻഷനായിരുന്നു, പക്ഷേ അത് കുറച്ചുകൂടെ ബാലൻസ് ആക്കി അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് ഇപ്പോൾ സസ്പെൻഷൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ ബൈക്കാണ്. അപ്പം പുള്ളിയുടെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കംഫർട്ട് റൈഡറിൻ്റെ പൊസിഷൻ നോക്കുവാണെങ്കിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ സീറ്റിൻ്റെ ഭാഗത്ത് തന്നെ നോക്കിയാലും അങ്ങനെ തന്നെയാണ്, അത്യാവശ്യം നല്ല കംഫർട്ട് റൈഡറിനുണ്ട്. പക്ഷേ പില്ലിൻ്റെ ഭാഗത്തോട്ട് നോക്കുമ്പോൾ അത്രത്തോളം കംഫർട്ട് ഇല്ല എന്നൊരു ഫീഡ്ബാക്കാണ് പുള്ളിയുടെ ഭാഗത്ത് നിന്ന് തന്നെ. അപ്പോൾ ഈ ഒരു ബൈക്ക് റിവ്യൂ ചെയ്യുമ്പോൾ പുള്ളീൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഈ ഒരു പില്ലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ബാക്കിൽ അത്യാവശ്യം കംഫർട്ട് കുറവാണ്. ഇനിയിപ്പം ഈ ഒരു ബൈക്കിൽ ഇരിക്കുമ്പോൾ എനിക്കൊരു ഫേസ് ചെയ്തൊരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബ്രേക്ക് പിടിക്കുമ്പോൾ അത്യാവശ്യം ഫ്രണ്ടോട്ട് തെന്നിപ്പോകുന്നൊരവസ്ഥ. കാരണം അത് ഒരേ ലെവലിലാണ് ആ ഒരു സീറ്റിൻ്റെ ടാങ്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചൊന്ന് തെന്നിപ്പോകുന്നൊരവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇനിയിപ്പോൾ അവിടെ നമ്മുടെ ഫ്രണ്ട് ടയർ സെക്ഷനെ പറ്റി പറയുന്നത് 110 സെക്ഷൻ ടയേഴ്സാണ് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. ബാക്കിൽ ഒരു 140 സെക്ഷൻ ടയേഴ്സാണ്. അപ്പോൾ ഇതിൻ്റെ ഗ്രിപ്പും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഒരു ആവറേജ് ഗ്രിപ്പേ ഉള്ളൂ. നോർമൽ ഡെയിലി യൂസിന് ഓക്കെ ആണെന്ന് പറയാം. ഇപ്പം ഈ ഒരു ബൈക്ക് എന്ന് പറഞ്ഞാൽ ഒരു ട്രാക്ക് ഓറിയൻറ്റഡോ കാര്യങ്ങളോ ഇല്ല. ഡെയിലി കമ്മ്യൂട്ടിങ് അതുപോലെ ചെറിയ ചെറിയ ട്രിപ്സ് കാര്യങ്ങൾക്ക് വേണ്ടി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ടയേഴ്സാണെന്ന് നമുക്ക് പറയാം. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ബൈക്കിൻ്റെ പുതിയ അപ്ഡേറ്റ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിപ്പം ട്രിപ്പർ നാവിഗേഷൻ സ്റ്റാൻഡേർഡായിട്ട് ഒരു മിഡ് വേരിയൻറ്റും ടോപ്പ് വേരിയൻറ്റും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നേരത്തെ ഇതൊരു ആക്സസറി ആയിട്ട് മാത്രം കൊടുത്തുകൊണ്ടിരുന്നൊരു കാര്യമാണ്, പക്ഷേ ഇപ്പം അത് നമുക്കൊരു സ്റ്റാൻഡേർഡായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ മിറേഴ്സിനെ പറ്റി പറയുന്നത് എക്സ്ട്രാ ഒരു ആക്സസറി ആയിട്ട് പുള്ളി എടുത്തപ്പോൾ ചെയ്തതാണ്. അല്ലാതെ റോയൽ എൻഫീൽഡിൻ്റെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും നോർമലായിട്ടുള്ള ഒരു മിറേഴ്സും കാര്യങ്ങളാണ് കൊടുക്കുന്നത്. ആ ഒരു യോക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. പക്ഷേ ഇത് നമ്മൾ എക്സ്ട്രാ ആക്സസറി ആയിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു ലീഗലായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ കംപ്ലീറ്റ്ലി ലീഗൽ സെറ്റപ്പാണ്. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മുടെ ബൈക്കിൻ്റെ വേറൊരു അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു Type-C ചാർജിങ് പോർട്ട് സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്നത്. മിഡ് വേരിയൻറ്റിലും ടോപ്പ് വേരിയൻറ്റിലും PD ചാർജിങ് 27 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മുടെ ഒരു ഐഫോണൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ അത് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചാർജിങ് പോർട്ട് തന്നെ നമ്മുടെ ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവിടെ നമ്മുടെ ബൈക്കിൻ്റെ സെയിൽ പ്രൊഫൈൽ നോക്കിയാൽ അത്യാവശ്യം കുട്ടി ബൈക്കാണെന്ന് തന്നെ പറയാം. ഒരുപാട് സീറ്റ് ഹൈറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അത്യാവശ്യം നല്ലൊരു ഷോർട്ടായിട്ടുള്ള ബൈക്കാണെന്ന് തന്നെ പറയാം. 2 കാലും നമുക്ക് കംപ്ലീറ്റ്ലി പ്ലാനറ്റ് ഫുഡ് കിട്ടും. ഇനിയിപ്പോൾ കംഫർട്ടിൻ്റെ ഭാഗം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നേരെയാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ട് കംഫർട്ടിൻ്റെ ഭാഗത്ത് അങ്ങനെ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും വരാൻ പോകുന്നില്ല. അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണ്. ഇപ്പം നോർമൽ സിറ്റി റൈഡിൽ നല്ലപോലെ ഫ്ലിക്ക് ചെയ്തെടുത്തുകൊണ്ട് പോകാൻ പറ്റിയൊരു മോട്ടോർ സൈക്കിൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു 100-350 എന്ന് പറയുന്നത്. എനിക്കിത് ഓടിക്കുമ്പം അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്ക് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നുണ്ട്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കും. തൊട്ട് മുമ്പ് എഞ്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു എഞ്ചിൻ സെറ്റപ്പാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 20 bhpയും അത് 27 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നൊരു എഞ്ചിനാണ്. അപ്പോൾ അത്യാവശ്യം നല്ല പഞ്ചിയാണ്. നമുക്കൊരു മിഡ് റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പഞ്ചി ആയിട്ടുള്ള സെറ്റപ്പാണ് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നത്. ഓക്കെ, ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ബൈക്ക് ഓടിച്ചുകൊണ്ട് സംസാരിക്കും. നമ്മൾ ആദ്യം ബൈക്ക് കയറി ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ പ്ലാനറ്റ് ഫുഡ് നമുക്ക് കിട്ടുന്നുണ്ട്. 2 കാലും നല്ലപോലെ നിലത്ത് കുത്താൻ പറ്റും. അപ്പം നിങ്ങൾ അത്യാവശ്യം ഹൈറ്റുള്ളവരാണെങ്കിൽ ഉറപ്പായിട്ടും ടെസ്റ്റ് ഡ്രൈവ് നോക്കുക. കാരണം ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് ഓക്വേർഡായിട്ട് തോന്നിയേക്കാം. കാരണം വളരെ കുഞ്ഞു ബൈക്ക് അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ആൾ ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്കൊരു ഫീൽ വരും നമ്മൾ ടോയ് ആണോ ഓടിക്കുന്നത്. പക്ഷേ എന്നെ സംബന്ധിച്ച്, അതായത് എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ 170 സെൻറ്റിമീറ്ററാണ്. എന്നെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ഫീഡ്ബാക്കാണ് ഈ ഒരു പൊസിഷനും ഒക്കെ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഒരു നോർമൽ പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇതാണെങ്കിൽ ഒരു പൊടിക്ക് ഫ്രണ്ടോട്ട് ലീൻ ചെയ്താണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്കൊരു കോൺഫിഡൻസ് കിട്ടും. കുറച്ചുകൂടെ ഫ്ലിക്കബിൾ ആയിട്ടുള്ളൊരു പൊസിഷനാണ്. അപ്പോൾ അത്യാവശ്യം ബൈക്ക് ഓടിക്കുന്ന സമയത്താണെങ്കിലും കുറച്ച് സ്പോർട്ടി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അതാണ് ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്. അപ്പോൾ
അപ്പോൾ ഗൈസ് നമ്മുടെ ബൈക്ക് നമ്മൾ റൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യാൻ പോകുന്നത് അത്യാവശ്യം നല്ലൊരു ടോർക്ക് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് വരുന്നുണ്ട്. അതായത് അത്യാവശ്യം സിറ്റിയിലൊക്കെ ഓടിക്കുമ്പോൾ ഫ്ലിക്ക് ചെയ്ത് എടുത്തുകൊണ്ട് നല്ലൊരു ഫീഡ്ബാക്കാണ് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. ഇപ്പം മറ്റുള്ള 350cc ബൈക്കുകൾ നോക്കിയാലും നമുക്കിപ്പം ഇതിന് കോമ്പറ്റീഷൻ എന്ന് പറയാൻ നിലവിൽ നമുക്ക് XSR ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇതങ്ങനെ ഒരു പെർഫോമൻസ് ബീസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ അത്യാവശ്യം ഡെയിലി കമ്മ്യൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്കിപ്പം കോളേജിൽ പഠിക്കുന്ന സ്റ്റുഡൻസ്, അതുപോലുള്ള ആൾക്ക്, ഡെയിലി കമ്മ്യൂട്ട് ചെയ്യുന്ന ആൾക്ക്, അങ്ങനെയുള്ളവർക്ക് അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്കാണ് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് ലഭിക്കാൻ പോകുന്നത്. കാരണം സിറ്റിയിൽ ഓടിക്കുമ്പോൾ അത്യാവശ്യം ഫണ്ണാണെന്ന് തന്നെ പറയാം. എടുത്തുകൊണ്ട് പോകാനാണെങ്കിലും ആ ഒരു പഞ്ചാണെന്നുണ്ടെങ്കിലും എല്ലാം അത്യാവശ്യം നല്ലൊരു ഫീഡ്ബാക്കാണ് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് ലഭിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു മൈലേജ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ ഓണർ ഒരു 35 അടുത്ത് കിട്ടുന്നുണ്ട്. ഒരു 40 വരെയൊക്കെ പോകും എന്നാണ് പറയുന്നത്. ഏകദേശം ഒരു 40 തൊട്ട് 35 വരെയുള്ള റേഞ്ചിലാണ് ഇതിന് മൈലേജ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റി എന്നൊക്കെ പറഞ്ഞാൽ 13 ലിറ്റർ കപ്പാസിറ്റിയാണ് വരുന്നത്. അതിന് യൂസബിൾ ഫ്യൂൽ എന്ന് പറഞ്ഞാൽ ഒരു 10 ലിറ്റേഴ്സൊക്കെയാണ് വരുന്നത്. ഇനിയിപ്പോൾ അവിടെ നമ്മുടെ ബൈക്കിൻ്റെ ക്ലച്ച് ആൻഡ് ഗിയർ ബോക്സിൻ്റെ ഭാഗത്തോട് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന്. കാരണം ഇപ്പോൾ ഒരു സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്മൂത്തറാണ് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളും. അതല്ല, നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു റിസ്റ്റ് പെയിനോ കാര്യങ്ങളൊന്നും ഈ ഒരു വേരിയൻറ്റ് നിങ്ങൾക്ക് വരാൻ പോകുന്നില്ല. കാരണം നല്ല രീതിയിൽ ക്ലച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. നല്ലൊരു ഫീഡ്ബാക്കാണ് ക്ലച്ചിൻ്റെ ഭാഗത്ത് വരുന്നത്. ഗിയർ ബോക്സ് ആണെങ്കിലും നമുക്ക് വെൽ മെയിൻറ്റൈൻഡ് ആയിരിക്കണം. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. നമ്മൾ റോയൽ എൻഫീൽഡിൽ ഉപയോഗിക്കുമ്പോൾ വെൽ മെയിൻറ്റൈൻഡ് അല്ലാത്തൊരു ചെയിൻ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഫോൾസ് ന്യൂട്രൽസും കാര്യങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ അവിടെ നമ്മുടെ ബൈക്കിൻ്റെ ബ്രേക്കിങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ അത്യാവശ്യം പ്രോഗ്രസീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ആണ്. നല്ല ഷാർപ്പെന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്ക് ബൈക്കിന് അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. ഫ്രണ്ടും ബാക്കും ABSും കാര്യങ്ങളും അങ്ങനെ സേഫ്റ്റി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും യാതൊരു വിട്ടുവീഴ്ചയും വന്നിട്ടില്ല. പ്രത്യേകിച്ച് ഈ ഒരു മിഡ് വേരിയൻ്റെ കാര്യത്തിൽ നമുക്ക് ബേസ് വേരിയൻ്റ് വരുമ്പോൾ ഏതാണ്ട് സിംഗിൾ ചാനൽ ABSും കാര്യങ്ങളുമാണ് വരുന്നത്. പക്ഷേ അത് ഒരു നെഗറ്റീവായിട്ട് തന്നെ പറയാം. കാരണം നമുക്കൊരു ഡുവൽ ചാനൽ ABS എപ്പോഴും ഒരു കോൺഫിഡൻസ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ലോങ് റൈഡ് ഫീഡ്ബാക്ക് എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ലോങ് റൈഡും കാര്യങ്ങളൊക്കെ ഈ ഒരു ബൈക്കിൻ്റെ മേളിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ അത്യാവശ്യം ഇപ്പം ഇതിൻ്റെ ഒരു കോമ്പറ്റീറ്ററായ റോണിൻ നോക്കിയാലും അതുപോലെ XR നോക്കിയാലും നമുക്ക് ആ ഒരു വെയിറ്റ് കമ്പാരിറ്റീവ്ലി ഇതിന് കുറച്ച് കൂടുതലായതുകൊണ്ട് തന്നെ ഒരു കംഫർട്ട് ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. അതായത് അത്യാവശ്യം ഹൈവേയിലും കാര്യങ്ങളിലും കുറച്ച് സ്റ്റേബിളായിട്ട് ഈ ഒരു ബൈക്ക് നിൽക്കും. അതുപോലെ തന്നെ ആ ഒരു ടോർക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, അതായത് 27 Nm ടോർക്കാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല പഞ്ചി ആയിരിക്കും. നമുക്കത്ര ലാഗ് ഫീൽ ചെയ്യില്ല. അതായത് അത്യാവശ്യം കൈ കൊടുത്താൽ ബൈക്ക് നല്ലപോലെ തന്നെ കയറും. ലാസ്റ്റ് റിവ്യൂ XRൻ്റെ ആയിരുന്നു. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ ആ ഒരു പഞ്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ആ മിഡ് RPM കിട്ടുന്ന ഒരു പഞ്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ബൈക്ക് പുള്ള് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം XRൻ്റെ സംഭവം ആണെങ്കിൽ ഹൈ RPMസിലാണ് ഫുള്ള് പവർ ഇരിക്കുന്നത്. 7500 RPM കഴിയുമ്പോൾ മാത്രമാണ് ആ ഒരു പവർ കിക്ക് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ആ ഒരു മിഡ് എത്തുമ്പോൾ തന്നെ നല്ലൊരു പവർ, അതുപോലെ തന്നെ ഈ ഒരു RPM പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്നുണ്ട്. മറ്റുള്ള ഒരു സ്ലഗ്ഗിഷ് ആയിട്ടുള്ള മോട്ടോർ സൈക്കിളാണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. ഇപ്പം റോയൽ എൻഫീൽഡിൻ്റെ പൊതുവെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അത്യാവശ്യം പവർ കൊടുക്കും. പക്ഷേ ആ ഒരു ബൈക്കിൻ്റെ വെയിറ്റ് കാരണം ബൈക്ക് അങ്ങോട്ട് കയറൂല. പക്ഷേ ഈ ഒരു ബൈക്കിൽ അങ്ങനെയല്ല. ഒരു 180 kg മാത്രം വെയിറ്റ് ഉള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ബൈക്ക് പുള്ളി ചെയ്യും. നമുക്ക് ആ ഒരു ഫീലും കിട്ടുന്നുണ്ട്. അപ്പം ഒരു ഡെയിലി കമ്മ്യൂട്ടിങ്ങിന് ഉറപ്പായിട്ടും ഞാൻ ചൂസ് ചെയ്യാൻ പറ്റിയ ഒരു മോട്ടോർ സൈക്കിളാണ് ഈ ഒരു 100-350 എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ അവിടെ നിന്ന് നമുക്ക് ആ ഒരു റൈഡിംഗ് പൊസിഷനെ പറ്റി ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പോൾ കുറച്ചൊന്ന് സ്പോർട്ടി ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ഫീഡ്ബാക്ക് നമുക്ക് റൈഡിങ്ങിൽ കിട്ടുന്നുണ്ട്. ഒരു ബെറ്റർ കംഫർട്ട് ആണെങ്കിലും അല്ലെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ നമ്മൾ കുറച്ച് സ്പോർട്ടി ആയിട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു കൺട്രോൾ ബൈക്കിൻ്റെ മേളിൽ കിട്ടുന്നുണ്ട്. ഇനി ഒരു മീറ്ററിൻ്റെ ഭാഗത്തൊക്കെ നോക്കുകയാണെങ്കിലും അത്യാവശ്യം വിസിബിളും കാര്യങ്ങളൊക്കെയാണ്. ആ ഒരു വലിയ സെറ്റപ്പാണെന്നൊന്നും പറയുന്നില്ല. എന്നിരുന്നാൽ പോലും അത്യാവശ്യം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നോക്കിയാൽ നമുക്ക് ഈ ഒരു ബൈക്ക് വളരെ ശാന്തമായിട്ട് 40-ൽ ക്രൂസ് ചെയ്ത് പോകുന്ന കാണാം. അപ്പോൾ ഈ ഒരു സെയിം ബൈക്ക് തന്നെ ജസ്റ്റ് ഒന്ന് ത്രോട്ടിൽ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ എന്ത് ഈസി ആയിട്ടാണ് 80 ക്യാച്ച് ചെയ്ത് നോക്കിയത്. വളരെ സിമ്പിളായിട്ട് ആ ഒരു സ്പീഡ് അറ്റൈൻ ചെയ്യുന്നുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടൊരു കാര്യമാണ്. ഇപ്പം അത്യാവശ്യം നമുക്ക് സിറ്റിയിലാണ് ഇതിൻ്റെ മെയിനായിട്ടൊരു ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഹൈവേ ക്രൂസിങ്ങിനാണെങ്കിൽ ഇപ്പോൾ 80 എത്തുമ്പോൾ പോലും അങ്ങനെ വൈബ്രേഷൻസോ കാര്യങ്ങളോ എനിക്ക് വന്നിട്ടില്ല. പിന്നെ ഈ ഒരു മിറർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം യൂസബിളായിട്ടാണ് എനിക്ക് തോന്നിയത്. അത്യാവശ്യം പോലെയുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പം നോർമലി ഷോയ്ക്ക് വെക്കുന്ന മിറേഴ്സ് പോലെ അല്ല. അത്യാവശ്യം നല്ല രീതിയിൽ ഒരു വിസിബിലിറ്റിയും കാര്യങ്ങളും വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ആ ഒരു ഓവറോൾ കംഫർട്ടിനെ പറ്റി പറയുകയാണെങ്കിൽ സസ്പെൻഷൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഓക്കെ ആണെന്ന് പറയാം. അത്യാവശ്യം നല്ല സസ്പെൻഷനാണ് വന്നിരിക്കുന്നത്. കമ്പയറിംഗ് ടു ദ പ്രീവിയസ് വേർഷൻ ഉറപ്പായിട്ടും ബെറ്റർ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കയ്യിലോട്ട് അങ്ങനെ അടി വരുന്ന പോലെ ഒന്നും ഫീൽ ചെയ്തില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്.
സോ ഇപ്പം ഞാൻ ഈ ഒരു ബൈക്ക് ഓടിച്ചപ്പം ഫേസ് ചെയ്തൊരു ഇഷ്യൂ ആണ് അത് ഈ ഒരു മീറ്ററിൻ്റെ ഭാഗത്തുനിന്ന്. അതായത് കുറച്ച് മുമ്പ് നമ്മൾ നോക്കിയപ്പം ഫ്യൂവൽ ഇല്ല, MT ഫ്യൂവൽ എന്ന് കാണിച്ചു. പക്ഷേ ഇപ്പോൾ 2 ബാർ കാണിക്കുന്നുണ്ട്. അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സിൽ പൊതുവേ കണ്ടുവരുന്നൊരു ഇഷ്യൂ ആണത്. കുറച്ച് മുമ്പുള്ള നിങ്ങൾക്ക് ക്ലിപ്സ് എടുത്ത് നോക്കിയാൽ ഉറപ്പായിട്ടും കാണാൻ പറ്റും. അതിനകത്ത് ഫ്യൂവൽ കേജ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ടായിരുന്നത് ഫ്യൂവൽ കുറവാന്ന് കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അത് മാറി 2 ബാർ പെട്രോൾ കാണിക്കുന്നുണ്ട്. അപ്പം ഇത് റോയൽ എൻഫീൽഡിൻ്റെ ബൈക്സിൽ എന്തുകൊണ്ടാണ് അവർക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റാത്തതെന്ന് എനിക്കറിയത്തില്ല. ഇത്രയും എഞ്ചിനീയറിംഗ് ഇമ്പ്രൂവ് ആയിട്ട് പോലും ഈ ഒരു ചെറിയ മിസ്റ്റേക്ക് അത് ഈ ഒരു ബൈക്കിൽ നിന്ന് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് വളരെ ഒരു നെഗറ്റീവായിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇതുപോലുള്ള ചെറിയൊരു കാര്യം എന്തുകൊണ്ടാണ് അവർക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റാത്തതെന്നുള്ളത് വളരെ ഒരു വലിയ നെഗറ്റീവായിട്ട് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കും. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു ബ്രാൻഡ് എന്ന നിലയിൽ റോയൽ എൻഫീൽഡ് ഉറപ്പായിട്ടും ഈ ഒരു കാര്യം ഇമ്പ്രൂവ് ചെയ്യേണ്ടിയിരിക്കുന്നു. സോ വിൻഡ് ബ്ലാസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അങ്ങനെ ഭീകരമായ വിൻഡ് ബ്ലാസ്റ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. കാരണം ഈ ഒരു കുട്ടി വൈസർ ഇപ്പം ഒരു എക്സ്ട്രാ ആക്സസറി ആയിട്ട് നമ്മുടെ ഓണർ ആഡ് ചെയ്തതാണ്. ഇപ്പോൾ നമുക്ക് നോർമൽ സ്റ്റോക്കിൽ അത് വരുന്നില്ല. അപ്പം നമുക്കൊരു ആക്സസറീസ് ആയിട്ടാണ് ഈ മിറേഴ്സും അതുപോലെ ക്രാഷ് ഗാർഡും പിന്നെ ഈ ഒരു കുട്ടി വൈസറും ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം വിൻഡ് ബ്ലാസ്റ്റും കാര്യങ്ങളും ഒന്നും തടയാൻ വേണ്ടി അത്യാവശ്യം ലുക്കിൻ്റെ ബേസ് നോക്കുവാണെങ്കിൽ അതൊരു ഇമ്പ്രൂവ്മെൻ്റ് ആണ്. ഇപ്പം ഹൈനസ് ഒക്കെ വെച്ച് നോക്കുവാണെങ്കിൽ എന്തുകൊണ്ടും ആ ഒരു റൈഡിങ് ഫീലിൻ്റെ ഒരു ബേസ് നോക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു 100 തന്നെ ബെറ്റർ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. സോ ഒരു ഓവർടേക്കിങ് അങ്ങനെ ഒരു സെറ്റപ്പൊക്കെ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബൈക്ക് കയറും. ആരൊക്കെയാണ് ഈ ഒരു ബൈക്ക് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സിറ്റി കമ്മ്യൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ അത്യാവശ്യം ടൂറും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. അതുപോലെ തന്നെ കോളേജ് ഗോയിങ് സ്റ്റുഡൻറ്റിനും പറ്റിയൊരു മോട്ടോർ സൈക്കിളാണ്. കാരണം ഭീകരമായ പവറൊന്നുമില്ല. എന്നിരുന്നാൽ പോലും വീക്കെൻഡിൽ ഒരു ട്രിപ്പൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റിയ മോട്ടോർ സൈക്കിളാണ്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡൗൺ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതൊരു മിഡ് വേരിയൻ്റ് ആണ്. അപ്പം ഇതിന് ഏകദേശം 30,000 കൊടുത്ത് നമുക്ക് ഈ ഒരു മോട്ടോർ സൈക്കിൾ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൈക്കിൻ്റെ ഓൺ റോഡ് പ്രൈസിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 2 lakh ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത്. അതായത് അത്യാവശ്യം വാല്യൂ ഫോർ മണി എന്ന് തന്നെ പറയാം. ഇപ്പം നേരത്തെ എന്ന് പറഞ്ഞാൽ ആ ഒരു GSTയുടെ ഒരു മാറ്റം കാരണമാണ് ഈ ഇത്രയും വലിയൊരു ഇമ്പാക്റ്റ് ഈ ഒരു പ്രൈസിൽ വന്നത്. നേരത്തെ എന്ന് പറഞ്ഞാൽ 2,70,000 എങ്ങാണ്ടായിരുന്നു ഈ ഒരു വണ്ടിയുടെ പ്രൈസ് വരുന്നത്. പക്ഷേ അവിടുന്ന് ഇപ്പം 1,97,000 ആ ഒരു പ്രൈസ് ഡ്രോപ്പ് വന്നു. അതിന് നമ്മുടെ GST വന്ന ആ ഒരു ചേഞ്ച് കാരണം ഉണ്ടായ ഒരു ഇമ്പാക്റ്റ് ആണെന്ന് തന്നെ പറയാം. ഓക്കെ, GST കൊണ്ട് ഇങ്ങനെ കുറച്ച് ബെനിഫിറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നുണ്ടെന്ന് തന്നെ പറയാം. ഇനിയിപ്പോൾ ഒരു ബൈക്കിൻ്റെ ഹീറ്റിങ്ങിനെ പറ്റിയൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം ബമ്പർ ടു ബമ്പർ ട്രാഫിക് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ ബൈക്ക് അത്യാവശ്യം ഹീറ്റ് ആവും. പക്ഷേ നോർമൽ ഇങ്ങനെ റൈഡ് ചെയ്യുന്നൊരു കണ്ടീഷനിലാണെങ്കിൽ നമുക്ക് അത്രയും ഹീറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ഫീൽ ചെയ്യാൻ പോകുന്നില്ല. അപ്പോൾ ഓവറോൾ ബിൽഡ് ക്വാളിറ്റിയെ പറ്റിയൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം ബിൽഡ് ക്വാളിറ്റി ഒരു ബൈക്കിൻ്റെ ഭാഗത്ത് നിന്ന് ലഭിക്കുന്നുണ്ട്. എന്നിരുന്നാൽ പോലും ചില കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസും കാര്യങ്ങളും. അത് പൊതുവേ ഒരുപാട് ബൈക്ക് റോയൽ എൻഫീൽഡിൻ്റെ ഒരുപാട് ബൈക്കുകൾക്ക് ആ ഒരു ബിൽഡ് ക്വാളിറ്റി ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഹിമാലയൻ അതുപോലെ തന്നെ ഹണ്ടറിനും ഇതുപോലുള്ള ഇഷ്യൂസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് പലയിടത്തു നിന്നായിട്ട്. പക്ഷേ ഈ ഒരു ബൈക്ക് നമുക്ക് റൈഡ് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ലൊരു ബിൽഡായിട്ടുള്ള ബൈക്കായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. ഇപ്പോൾ സ്വിച്ച് ക്വാളിറ്റീസിൻ്റെ കാര്യമൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മീറ്റിയോറിലൊക്കെ കണ്ടുവന്ന അതുപോലെ ഇതിൻ്റെ തന്നെ പ്രീവിയസ് ജനറേഷനിലൊക്കെ കണ്ടുവന്ന ആ ഒരു സ്വിച്ച് ക്വാളിറ്റിയും കാര്യങ്ങളും ഇതിനകത്ത് വന്നിട്ടുണ്ട്. സെയിം സ്വിച്ചസും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അങ്ങനെ എടുത്ത് പറയത്തക്ക മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പം അഡീഷണലായിട്ട് വന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആ ഒരു Type-C ചാർജിങ്ങും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ട്രിപ്പർ നാവിഗേഷൻ. ഇപ്പം ഇവിടുന്ന് ഒരു റൈഡറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വ്യൂ ആണ് നമ്മൾ ബൈക്ക് ഓടിക്കുന്ന സമയത്ത് കിട്ടുന്നത്. ഇനിയിപ്പോൾ തന്നെ നമ്മൾ ആ ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ ആ ബൈക്കിൻ്റെ മുകളിലിരുന്ന് ഓടിക്കുന്ന ഒരു ഫീൽ, അതായത് നമ്മൾ സ്പോർട്സ് ബൈക്ക് ഓടിക്കുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ അകത്തോട്ട് എൻഗേജിങ് ആയിട്ട് ഇരിക്കുന്ന അവസ്ഥയാണെങ്കിൽ നമ്മൾ ഈ ഒരു ബൈക്ക് ഓടിക്കുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ ബൈക്കിൻ്റെ മുകളിലിരുന്ന് ഓടിക്കുന്ന ഫീലാണ് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ എടുത്ത് പറയേണ്ട ഒരു സംഭവമാണ് നമ്മൾ ആ ബ്രേക്ക് ചെയ്യുമ്പോൾ ഉള്ള ആ ഇഷ്യൂ. അത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് കുറച്ചൊന്ന് മുന്നോട്ട് തെന്നി നീങ്ങാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു സീറ്റും ടാങ്കും ഒരേ ലെവലിൽ വരുന്നതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇഷ്യൂ ആണത്. അപ്പം അതൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പെർഫെക്റ്റ് മോട്ടോർ സൈക്കിളാണ്. അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു ബൈക്കിനെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മോട്ടോർ സൈക്കിളാണ് ഈ ഒരു 100-350 എന്ന് പറയുന്നത്. അപ്പം നിങ്ങളിതുപോലെ ബൈക്കിലായിട്ട് കണ്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയൊരു കണ്ടൻറ്റായി വരുന്നവരെ ഇറ്റ്സ് മീ മോട്ടോ ബാൻഡിറ്റ് സൈനിങ് ഓഫ്.